ബലൂചിസ്ഥാനിൽ ഏറെക്കാലമായി പ്രക്ഷോഭം തുടങ്ങിയിട്ട്, എന്നാൽ അതിനെ അടിച്ചമർത്താനായിട്ട് ISIനെ അടക്കം ISI ഉപയോഗിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ചാവേർ ടീം വരെയുണ്ട്. എന്തൊക്കെയാണ് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ? ഇപ്പോൾ കഴിഞ്ഞ ദിവസം ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഈ പാകിസ്ഥാൻ ഉണ്ടാക്കിയിട്ടുള്ള ഈ ISനെയൊക്കെ ഉപയോഗിച്ചുണ്ടാക്കിയിട്ടുള്ള ഒരു ചാവേർ സംഘം ഉണ്ടല്ലോ, അതിൻ്റെ നേതാവിനെ മുഹമ്മദ് അമീൻ, അയാളെ ഈ വിദൂര നിയന്ത്രിത IED ആക്രമണം നടത്തി ശരിയാക്കിയിട്ടുണ്ട്, വധിച്ചിട്ടുണ്ട്. IED ആക്രമണമായിരുന്നു, റിമോട്ട് കൺട്രോൾ ആക്രമണമായിരുന്നു അത്. IED സ്ഫോടനമാണ്, പക്ഷേ നിയന്ത്രിച്ചിരിക്കുന്നത് ദൂരത്ത് നിന്നാണ്. അപ്പോൾ പാകിസ്ഥാൻ്റെ പട്ടാളം പിന്തുണയ്ക്കുന്ന കില്ലിംഗ് സ്ക്വാഡ്, ചാവേർ സ്ക്വാഡ്, അതിനെ നിയന്ത്രിച്ചിരുന്ന ആളാണ് ഈ മുഹമ്മദ് അമീൻ. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ കുറെ കാലമായിട്ട് ഈ ചൈനയുടെ എഞ്ചിനീയർമാരെ കൈകാര്യം ചെയ്യുന്നുണ്ട് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി. ഈ പാകിസ്ഥാൻ്റെ തന്നെ പട്ടാളത്തിന് അവിടെ പ്രവേശിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവിടെ തന്നെ ഒരു മേഖലയിൽ, ഒരു പ്രത്യേക മേഖല കേന്ദ്രമാക്കി അവിടെ നിന്നുള്ള ആളുകളെയൊക്കെ ഈ ISലൊക്കെ ചേർന്ന ആളുകളെ, ISുമായി ബന്ധപ്പെട്ട ആളുകളെ എടുത്തിട്ട് ഈ ചാവേർ ആക്രമണം ആണ് BLA നടത്തുന്നത്. ചാവേർ ആക്രമണം പട്ടാളത്തിന് പറ്റില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ചത്തുപോകുമല്ലോ, പട്ടാളക്കാർക്ക് അങ്ങനെ ചത്തുപോകാൻ പറ്റില്ല. ഇന്റർ സർവീസസ് ഇന്റലിജൻസ് ISIയിൽ പെട്ടവർക്കൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ചാവേർ പട ISലൊക്കെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അതിൻ്റെ നേതാവിനെയാണ് ഇത് ശരിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ISകാരുമായിട്ട് സാധാരണഗതിയിൽ BLAക്കൊരു പോരാട്ടം ഉണ്ടായിരുന്നില്ല അവിടെ ഇതുവരെ. ഇപ്പോൾ അതിലേക്കും, അത് സ്വാഭാവികമാണ്, അങ്ങനെ ഒരു സേനയെ ഉപയോഗിക്കുക, പട്ടാളം മാറി നിൽക്കുക, അങ്ങനെ വരുമ്പോൾ ഇത് വരും. അപ്പോൾ ഈ സകല പട്ടാളത്തിന് വേണ്ടിയിട്ടുള്ള സകല വൃത്തികേടുകളും അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് ഈ മുഹമ്മദ് അമീൻ. ഈ ആളുകളെ റാഞ്ചി കൊണ്ടുപോയ, ഈ ആളുകൾ അപ്രത്യക്ഷരായി പിന്നെ കാണാതാവുക ഇല്ലേ പല കുടുംബങ്ങളിലും, അത് കൊലപ്പെടുത്തുക, യുവാക്കളെ കാണാതാവും, അത് കഴിഞ്ഞ് പിന്നെ മാതാപിതാക്കളെ ഒക്കെ കാണാതാവും. ഈ തിരോധാനത്തിൻ്റെ ഒരുപാട് സംഭവങ്ങൾ BLAയുടെ അതിൻ്റെ അകത്തുണ്ട്. പിന്നെ മറ്റേ കൊലപാതകങ്ങൾ ഇത് സംഘടിപ്പിക്കുക. ബലോജിലെ ഈ സമുറാൻ മേഖലയിലാണ് ഈ ISൻ്റെ നേതൃത്വത്തിലുള്ള ചാവേർ സംഘങ്ങളൊക്കെ ഉള്ളത്. ആ സമുറാൻ മേഖലയിലാണ് ഈ മുഹമ്മദ് അമീനെ ഈ കൊന്നിരിക്കുന്നത്. അമീൻ്റെ മകനെ വധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കുടുംബപരമായി തന്നെ ഈ ISനും ജിഹാദിനും ഒക്കെ ഇറങ്ങിത്തിരിച്ചിട്ടുള്ള ആളുകളാണ്. ഈ തറവാട്ട് പരിപാടിയാണത്. അപ്പം മകനും അതിൽ പെട്ടുപോയിട്ടുണ്ട്. ഈ അമീൻ ഒരു ട്രക്ക് ഓടിച്ച് പോകുമ്പോൾ ഈ ട്രക്ക് ആണ് തകർത്തിരിക്കുന്നത്. ട്രക്ക് പാടെ തകർന്നുപോയി, IED സ്ഫോടനത്തിൽ തകർന്നുപോയി. മകൻ നവീദ് അമീൻ എന്നാണ്. മുഹമ്മദ് അമീൻ ബാപ്പ, നവീദ് അമീൻ മകൻ. അപ്പോൾ വാഹനം മൊത്തം തകർന്നുപോയി. ഈ BLAയുടെ വക്താവ് ജിയാന്ത് ബലൂജ് പറഞ്ഞു, ഇത് പട്ടാളം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചാവേർ സംഘമാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ കൈകാര്യം ചെയ്തത്. ഇയാളെപ്പറ്റി പറയുന്നത്, മുഹമ്മദ് അമീനെ പറ്റി പറയുന്നത് ഏജന്റ് അമീൻ എന്നാണ്. എന്ന് പറഞ്ഞാൽ പട്ടാളത്തിൻ്റെ ഏജന്റ് എന്നുള്ള നിലയ്ക്ക്. ചാവേർ സ്ക്വാഡിന് പട്ടാളത്തിൻ്റെ നിയന്ത്രണങ്ങളൊന്നും ബാധകമല്ല. ഈ ISൻ്റെ ചാവേർ സ്ക്വാഡിന് അവർക്ക് അവരുടെ സൗകര്യമുള്ളതുപോലെയൊക്കെ ചെയ്യാം. അതുപോലെ ഈ മയക്കുമരുന്ന് കച്ചവടങ്ങൾ, പിന്നെ ബ്രാസ് പോരാളികളുടെ ഉന്മൂലനം, എന്തു വേണമെങ്കിലും അവർക്ക് ചെയ്യാം. ഇതിൻ്റെ ഇടയ്ക്ക് പാകിസ്ഥാനിലൊരു ക്രൂരമായ, നിഷ്ഠുരമായ എന്നൊക്കെ പറയാവുന്നൊരു നിയമം വന്നിരുന്നു. ഈ ചാവേർ പടകൾക്ക് വ്യക്തികളെയും തടയാം. ഈ 90 ദിവസം പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ, കാരണം പറയാതെ ആരെങ്കിലും കണ്ട് സംശയം തോന്നിയാൽ പിടിച്ചിട്ട് 90 ദിവസം വരെ കസ്റ്റഡിയിൽ വെക്കാം. ഇങ്ങനൊരു നിയമം വന്നിട്ടുണ്ട്. അപ്പോൾ പാകിസ്ഥാൻ്റെ സൈനിക ചാര സംഘടനയ്ക്ക് വേണ്ടി ഇങ്ങനെ ആരെയും പിടിച്ചുകൊണ്ടുപോകാം, 90 ദിവസം
ഒരു ചോദ്യമില്ലാതെ തടവിൽ വെക്കാം എന്നുള്ളൊരു നിയമം വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള പരിപാടികളുമൊക്കെ ഈ ചാവേർ പടാവട നയിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഈ നിയമത്തിൻ്റെ പേര് കൗണ്ടർ ടെററിസം ബലൂച്ച് അമെൻമെൻറ്റ് ആക്ട് 2025 എന്നാണ്. ബലൂജികളിലെ തന്നെ അടിച്ചമർത്താനുള്ള ഒരു നിയമമാണത്. കഴിഞ്ഞ ആഴ്ചയാണ് ഇത് ബലൂചിസ്ഥാനിലെ സഭ പാസ്സാക്കിയിരിക്കുന്നത്. അത് പാകിസ്ഥാൻ്റെ സഭയാണല്ലോ ബലൂചിസ്ഥാനിലുള്ളത്, നിയമനിർമ്മാണ സഭ. അവർ പാസ്സാക്കി കൗണ്ടർ ടെററിസം ബലൂച്ച് അമെൻമെൻറ്റ് ആക്ട് 2025. ഇതനുസരിച്ചിട്ട് സംശയം ഉള്ള ആരെയും എടുത്ത് തടവിൽ വെക്കാം, എന്തു വേണമെങ്കിലും ചെയ്യാം. സംശയം ഉണ്ടെങ്കിൽ തടഞ്ഞു വെക്കാം, കസ്റ്റഡിയിലും വെക്കാം. അപ്പോൾ പാകിസ്ഥാൻ്റെ ജോയിൻ്റ് ഇൻവെസ്റ്റിഗേഷൻ ടീമുകൾക്ക് കൂടുതൽ അധികാരം കിട്ടിയതോടുകൂടി ഈ ഡിറ്റൻഷൻ ഓർഡേഴ്സൊക്കെ, തടവിൽ ആരെങ്കിലും വെക്കാനുള്ള ഉത്തരവുകളൊക്കെ ഇവർക്ക് തന്നെ ഇറക്കാം എന്നുള്ള അവസ്ഥയുണ്ടായി. ഈ ഐഡിയോളജിക്കൽ പ്രൊഫൈലിംഗ്, അതായത് ഇവർ എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ ആയിട്ട് മുദ്ര കുത്താം, ഇവരെ ഭീകരരാണെന്നൊക്കെ പറഞ്ഞ് മുദ്ര കുത്താം, അതിനുമൊക്കെയുള്ള അനുവാദമായി. ഇതിൻ്റെ മേൽനോട്ട പാനലിൽ പട്ടാളക്കാർ തന്നെയാണ് ഉള്ളത്, ഈ സംവിധാനത്തിൻ്റെ. എന്ന് പറഞ്ഞാൽ ബലൂചിസ്ഥാനിലെ നിയമനിർമ്മാണ സഭ ആരെയും എപ്പോൾ വേണമെങ്കിലും പിടിച്ചു കൊണ്ടുപോകാനുള്ളൊരു നിയമം കഴിഞ്ഞ ആഴ്ച പാസ്സാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഈ മുഹമ്മദ് അമീനെ പോലുള്ള ഈ ചാവേർ സംഘങ്ങളും കൂടി വന്നു കഴിഞ്ഞാൽ ഈ ബലൂചിസ്ഥാൻ വിമോചന സമരത്തിന്, അല്ലേ, സ്വാതന്ത്ര്യ സമരത്തിന് പോരാളികളെയൊക്കെ അടിച്ചമർത്താനുള്ള ശ്രമമാണ്. അതിനെതിരായ ഒരു തിരിച്ചടിയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അതായത് ഏത് വിധത്തിലും ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിനെ ഒരു രാജ്യമായി മാറുന്നതിൻ്റെ, അതിൻ്റെ രൂപീകരണത്തെ തടയുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ് പാകിസ്ഥാനുള്ളത്. അതിന് ഏത് വഴിയും സ്വീകരിക്കും, എത്ര കിരാതമായ വഴിയും എന്നുള്ളതാണ് അവർ എടുത്തിരിക്കുന്ന നിലപാട്. പണ്ട് നമ്മൾ 1971 ബംഗ്ലാദേശ് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോഴത്തേക്കും പാകിസ്ഥാൻ പറഞ്ഞൊരു പ്രസിദ്ധമായ ഡയലോഗുണ്ട്, ഭാരതിനെ അപാരായി ബാസു കാട് ദിയ എന്നാണ് പറഞ്ഞത്. ഇന്ത്യ ഞങ്ങളുടെ ഒരു കൈ വെട്ടിക്കളഞ്ഞു, ഹം ഭാരത് കി സർ കാട് ദേങ്കെ, ഞങ്ങൾ ഭാരതത്തിൻ്റെ തല വെട്ടും, ഇതാണ് പാകിസ്ഥാൻ പറഞ്ഞത്. അങ്ങനെയാണ് കശ്മീരിൽ ഭീകരവാദം തുടങ്ങുന്നത്. ഇന്ന് ആ പറഞ്ഞ പാകിസ്ഥാന്റെ സിംഹഭാഗവും ഈ പറയുന്ന ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന മേഖല മുഴുവൻ സ്വതന്ത്രമാവാൻ നിൽക്കുകയാണ്. ഇന്ത്യയുടെ തലവെട്ടാൻ പോയിട്ട് ഇന്ത്യയുടെ രോമത്തിൽപ്പെടാൻ പോലും അവർക്ക് കഴിഞ്ഞിട്ടില്ല. പോട്ടെ, ബലൂചിസ്ഥാൻ കഴിഞ്ഞിട്ട് സിന്ധ് പ്രവിശ്യയിൽ, സിന്ധ് പ്രദേശ് എന്ന് പറയുന്ന ഒരു വലിയ വികാരം ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നു. അതും ഈ പറയുന്ന 72 കാലഘട്ടത്തിൽ ഉയർന്നതാണ്. ഇപ്പോൾ അവരും സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാൻ നിൽക്കുന്നു. അധികം താമസമില്ല എന്നാണ് തോന്നുന്നത്. BLA ഏതെല്ലാം രീതിയിലാണ് ബലൂചിസ്ഥാൻ ഓപ്പറേറ്റ് ചെയ്യുന്നത്, അതേ രീതിയിൽ തന്നെ സിന്ധ് പ്രദേശം മാറാൻ പോവുകയാണ്. അവർക്ക് ഇനി പാകിസ്ഥാനോടൊപ്പം നിന്നിട്ട് കാര്യമില്ല എന്നുള്ളത് മനസ്സിലായി. കാരണം പാകിസ്ഥാന്റെ കൂടെ നിന്നിട്ട് വെള്ളം പോലും കിട്ടുന്നില്ല, ഭീകരവാദം മാത്രമാണ് കിട്ടുന്നത്. ഭീകരവാദത്തിന്റെ പ്രതിഫലനവും ദുഃഖവും ദുരിതവും മാത്രമാണ്. സാർ, ഇന്നലെ നമ്മളുടെ വേൾഡ് ബാങ്ക് പുറപ്പെടുവിച്ച ഒരു കണക്കുണ്ട്. അതിൽ അതിദാരിദ്ര്യത്തിന്റെ കണക്കുകളാണ് പറയുന്നത്. അതിൽ ഏകദേശം 12% വർധനമാണ് പാകിസ്ഥാനിലുണ്ടായിരിക്കുന്നത്. പാകിസ്ഥാനിലെ ജനങ്ങൾ 12% കൂടുതൽ അതിദാരിദ്ര്യത്തിലേക്ക് പോയിരിക്കുന്നു. എന്നാൽ ഭാരതമാണെങ്കിൽ 21%-ലേറെ ദാരിദ്ര്യമുക്തമായിരിക്കുന്നു, അതിദാരിദ്ര്യമുക്തം. അതുപോലെ തന്നെ ഈ കണക്കുകൾ വെക്കുന്നതിന് സാധാരണഗതിയിൽ $1 കണക്കാണ്, പ്രതിദിനം $1 വരുമാനം എന്നുള്ളതാണ് സാധാരണഗതിയിലുള്ള കണക്ക്. പക്ഷേ ഇപ്പോൾ അത് അതിദാരിദ്ര്യത്തിന് $2.5 എന്നുള്ള ഒരു കണക്കിലേക്ക് വേൾഡ് ബാങ്ക് കൊണ്ടുവച്ചിട്ടുണ്ട്. അതായത് ഏതാണ്ട് 200-250 രൂപ പ്രതിദിനം വരുമാനം ഉണ്ടെങ്കിൽ അതിദാരിദ്ര്യത്തിലല്ല എന്ന് കണക്കാക്കാം. പക്ഷെ അവിടെയും ഇന്ത്യ മുന്നിലാണ്. പാകിസ്ഥാൻ ഈ പറയുന്ന പോലെ വലിയ ദാരിദ്ര്യ പ്രശ്നത്തിലേക്ക് കടന്നിരിക്കുന്നു. അവർ നിരന്തരമായ പട്ടിണിയിലേക്കും പരിവർത്തനത്തിലേക്കും പൊയ്ക്കൊണ്ടിരിക്കുന്നു. പാകിസ്ഥാന്റെ സാമ്പത്തിക സർവേ വന്നിട്ടുണ്ട്, എക്കണോമിക് സർവേ. അതിൻ്റെ അകത്ത് ഈ ദാരിദ്ര്യം കാണാം. അതിൻ്റെ ഇടയ്ക്കാണ് ഈ യുദ്ധത്തിനുമൊക്കെ പുറപ്പെടുന്നത്. ഈ യുദ്ധത്തിന് പുറപ്പെട്ട് തന്നെ ഒരു 50,000 കോടി രൂപ പോയിട്ടുണ്ടാവും. IMFന്റെ പുതിയ ഗഡു കിട്ടിയല്ലോ, $1.2 ബില്യൺ. അത് അതിന് മുമ്പ് കിട്ടിയത് 7 ബില്യൺ അനുവദിച്ചിരിക്കുന്നതാണ്. 2 ഗഡു കൊടുത്തു കഴിഞ്ഞു. ഇതൊക്കെ ഇനി തിരിച്ചു പിടിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ഒന്നാമത് സബ്സിഡികൾ നിർത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട് പഞ്ചാബിലേക്കൊക്കെ. ഈ ജലവൈദ്യുത പദ്ധതികളൊക്കെ ഇരിക്കുന്നത് POK പ്രദേശത്താണ്. POK സൗജന്യം വൈദ്യുതിയൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്, ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നതാണല്ലോ. പക്ഷേ ഇത് മുഴുവൻ പഞ്ചാബിലൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്നു. എന്താണെന്ന് വെച്ചാൽ
ഷെറീഫ് കുടുംബത്തിലെ മറിയം ഷെറീഫാണല്ലോ അവിടെ മുഖ്യമന്ത്രി. അപ്പോൾ പഞ്ചാബിൻ്റെ പ്രശ്നമാണ്. ഇവിടുന്ന് നമ്മൾ ഈ മറ്റേ നദീജലം തടയുന്നത് കൊണ്ട് സിന്ധിന് വലിയ പ്രശ്നമാണ്. കാരണം സിന്ധിലെ ഈ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് അവിടെ ഒരു മരുപ്രദേശം എടുത്തിട്ട് പട്ടാളം അഗ്രി ബിസിനസ് നടത്താനായിട്ട് ഉദ്ദേശിച്ചിരുന്നു. 6000 കോടി രൂപ ചെലവാക്കി കനാലുകളൊക്കെ പണിതിട്ട്. നമ്മളിപ്പോൾ വെള്ളം കൊടുക്കുന്നത് തടയുന്നത് കൊണ്ട് ആ പരിപാടി നടക്കില്ല. പക്ഷെ ഇത് സിന്ധിലെ ഈ കർഷകരെ ബാധിക്കും. ഇപ്പോഴത്തെ ഈ സമ്മറിലെ വിളവ് അതിനെയും ബാധിക്കും എന്ന റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് സിന്ധിൽ ഈ പറഞ്ഞ പോലെ POKയിലും പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ സിന്ധിലും വലിയ പ്രക്ഷോഭങ്ങൾ നടക്കും. അതിന് പുറമെയാണ് ഈ ഖൈബർ പഖ്തൂൺഖ്വയിലെ പ്രശ്നം, ബലൂചിസ്ഥാനിലെ പ്രശ്നം ഇല്ലേ? 4 സ്ഥലത്ത് വലിയ പ്രക്ഷോഭങ്ങളാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.